ചേട്ടാ UDF-ലെ ആദ്യത്തെ വിസ്മയം സംഭവിച്ചു കഴിഞ്ഞു. ഐഷ പൊറ്റി കോൺഗ്രസിൽ ചേർന്നു. CPM-ന്റെ വളരെ സമുന്നതമായിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് ഐഷ പൊറ്റി. ഇപ്പൊ ഐഷ പൊറ്റിയുടെ ഈ വരവ് ഇടതുപക്ഷക്കാർക്ക് തീർച്ചയായിട്ടും പിടിക്കില്ല. അതിന്റെ ഭാഗമായിട്ട് അവർ ചില ആരോപണങ്ങളൊക്കെ പടച്ചുവിടുന്നുണ്ട്. പക്ഷെ സ്വന്തം പാർട്ടിയിലേക്ക് വന്നവർക്കും ഇതേ കാര്യങ്ങളൊക്കെ ബാധകമാണെന്ന് അവർ ഓർത്തിട്ട് വേണം ഇത് പറയാൻ. KV തോമസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് ചേട്ടാ ഇത് നോക്കിക്കാണുന്നത്? അതെ, ഇന്ന് നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് ലോക്ഭവന് മുന്നിൽ വെച്ചാണ് CPM-ന്റെ 3 തവണ MLA ആയിരുന്ന കൊല്ലം ജില്ലയിലെ സമുന്നതയായിട്ടുള്ള നേതാവായ ഐഷ പൊറ്റി കഴിഞ്ഞ കുറെ കാലമായിട്ട് കഴിഞ്ഞ 2021 മുതൽ അവർക്ക് സീറ്റ് കൊടുത്തില്ല. അതിനുശേഷം അവര് സജീവ പൊളിറ്റിക്സിലില്ല. CPM-ആയിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്സിലൊന്നും തന്നെ അവരില്ല. അങ്ങനെ മാറി നിൽക്കുകയാണ് അവർ. പിന്നീട് അവരുടെ അഭിഭാഷക വൃത്തിയിലേക്ക് പോയി ആ രീതിയിൽ അങ്ങനെ തുടരുകയാണ്. ആ ഐഷ പൊറ്റിയാണ് ഇന്ന് ഉടനെ ഒരു സർപ്രൈസ് തന്നെ ആയിരുന്നു. നേരത്തെ കുറെ കാലമായിട്ട് നമ്മുടെ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനം മുതലൊക്കെ തന്നെ ഐഷ പൊറ്റി കോൺഗ്രസിലേക്ക് എന്നുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം അന്ന് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തില് മുഖ്യ പ്രഭാഷണത്തിനായിട്ട് കൊട്ടാരക്കരയിൽ ഒരു പരിപാടിയിൽ ഐഷ പൊറ്റി നിശ്ചയിച്ചു. അവർ പരിപാടിയിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. പാർട്ടിയിൽ നിന്നുള്ള ചില വിലക്കുകളൊക്കെ ഉണ്ടെങ്കിലും അവരത് പരിഗണിച്ചില്ല. അവർ പറഞ്ഞു ഞാനത് പോകും, കാരണം ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം ഭരണപക്ഷത്തിരിക്കുമ്പോൾ പോലും ഒരു പ്രതിപക്ഷ MLA എന്നുള്ളതിൽ തനിക്ക് വലിയ രീതിയിലുള്ള പിന്തുണയും പരിഗണനയും ഒക്കെ തന്നെ തന്നിട്ടുണ്ട്. എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ അവർ ഉദാഹരണമായിട്ട് പറയുന്നത് നയനാര് LDF-ന്റെ CPM-ന്റെ ഒരു നേതാവാണ് മുഖ്യമന്ത്രി. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പരിപാടിക്ക് പങ്കെടുത്ത് വിളിച്ചാൽ എല്ലാവരും പോകുമല്ലോ, ഏത് പാർട്ടിക്കാരും പോകുമല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. താൻ പോകുമെന്ന് പറഞ്ഞവരെ അന്ന് പരിപാടിയിൽ പങ്കെടുക്കുകയും ഉമ്മൻചാണ്ടിയെ പ്രശംസിച്ച് സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. അന്ന് ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ എല്ലാ ചാനലുകളും അവരുടെ ഇന്റർവ്യൂ എടുക്കുകയും വാർത്തയൊക്കെ തന്നെ ചെയ്തു ഐഷ പൊറ്റി കോൺഗ്രസിലേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അവർ ആ വാർത്തകൾ തള്ളിക്കളഞ്ഞു. നിലവിൽ ഞാനൊരു പാർട്ടിയിലേക്കുമില്ല. ഇപ്പോൾ ഈ അഭിഭാഷക വൃത്തിയുമായിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാർട്ടി മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 6-7 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് ഉടൻ തന്നെ ഇന്ന് ലോക്ഭവന് മുന്നിൽ കോൺഗ്രസിന്റെ സമരം, കേന്ദ്ര സർക്കാരിനെതിരെ സമരവേദിയിൽ എത്തി VD സതീശനൊപ്പം തന്നെയാണ് അവർ വരുന്നത്. വന്ന് KPCC അധ്യക്ഷന്റെ കയ്യിൽ നിന്നും അംഗത്വം സ്വീകരിച്ച് ഒരു ചെറിയ പ്രസംഗം അവർ നടത്തുന്നുണ്ട്. ആ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും ആരെയും പേരെടുത്ത് പറഞ്ഞു ഒന്ന് വിമർശിക്കാതെ ഒക്കെ തന്നെയാണ് അവരുടെ ആ ഒരു എന്താണ് ഞാൻ പാർട്ടി മാറാനുള്ള കാരണമെന്ന് വിശദീകരിക്കുന്നത്. പക്ഷെ അതിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഐഷ പൊറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നു എന്നുള്ളത് ഒരു 5 മിനിറ്റ് എങ്ങാണ്ടേ ഉണ്ടെന്ന് തോന്നുന്നു. 5 മിനിറ്റ് നീളുന്ന പ്രസംഗത്തില് ഉണ്ട്. അതായത് ഈ പാർട്ടിയിലും തനിക്ക് അങ്ങേയറ്റത്തെ അവഗണന നേരിട്ടു, വലിയ കൈപ്പേറിയ അനുഭവങ്ങൾ നേരിട്ടു, തിക്താനുഭവങ്ങളാണ് പാർട്ടിയിൽ നിന്നും കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ടായത് എന്നാണ് അവർ പറയുന്നത്. അവര് കൊടുക്കുന്ന ഒരു ഉപദേശം, നിലവിൽ പുതുതായിട്ട് MLA ആകുന്നവര് അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടുന്നവര് മുൻപ് ആ സ്ഥാനങ്ങളിൽ ഇരുന്നവരെ മറക്കാതിരിക്കുക, അവഗണിക്കാതിരിക്കുക എന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. അതായത് 3 തവണ തുടർച്ചയായിട്ട് MLA ആയിരുന്ന ഒരു വ്യക്തി, അത് നമുക്കറിയാം, കൊട്ടാരക്കര പോലൊരു മണ്ഡലം അത് പിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, R ബാലകൃഷ്ണ പോലെ അധികായനായ ഒരു നേതാവിന്റെ ഒരു മണ്ഡലമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു തറവാട് സ്വത്ത് പോലെ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു മണ്ഡലമാണ് കൊട്ടാരക്കര എന്ന് പറയുന്നത്. ആ കൊട്ടാരക്കരയിൽ 2006 സാക്ഷാൽ ബാലകൃഷ്ണ പിള്ളയെ 12,000-ലധികം വോട്ടുകൾക്ക് തറപറ്റിച്ചുകൊണ്ടാണ് ഐഷ പൊറ്റി തുടങ്ങുന്നത്. അങ്ങനെയാണ് CPM-ന് ആ സീറ്റ് കിട്ടുന്നത്. പിന്നീട് 2011-ലും 2016-ലും വിജയിച്ചു. 2016-ൽ അവരുടെ ഭൂരിപക്ഷം ഏതാണ്ട് 42,000-ന് മുകളിലാണ് അവിടെ വിജയിക്കുന്നത്. വലിയ വിജയമാണ്. ഓരോ തവണയും 2ാം തവണ വിജയിച്ചത് 20,000-ലധികം വോട്ടുകൾക്കാണ്. അങ്ങനെ ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ട് അപ്പോൾ അവരുടെ ജനകീയത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ CPM-ന് വേണ്ടിയിട്ട് ആ മണ്ഡലം തിരിച്ചു പിടിച്ച് അങ്ങനെ പോയൊരു നേതാവാണ്. ജനപ്രതിനിധിയായിരുന്നു തുടർച്ചയായിട്ട് 3 തവണ. 15 വർഷം ജനപ്രതിനിധിയായിരിക്കുന്നു പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് ഒരു വനിതയെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ അവരെ മറന്നു എന്നാണ് അവർ പറയുന്നത്. പിന്നീട് വന്നവര്, അതായത് 2021 അവിടെ ജയിച്ചു വന്നത് KN ബാലഗോപാലൻ, ഇപ്പോഴത്തെ ധനമന്ത്രിയാണ്. അദ്ദേഹം തന്നെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ തന്നെ അവോയ്ഡ് ചെയ്യുന്ന താൻ ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ട്, 3 തവണ MLA ഒരു വ്യക്തി ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു പരിഗണനയോ ഓർമ്മയോ ഒന്നുമില്ല. ആ രീതിയിലാണ് പാർട്ടി പോകുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു MLA-മാര് പോകുന്നത്. അപ്പോൾ അവരൊരു ഉപദേശമായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ തനിക്ക് ആ അനുഭവം ഉണ്ടായി എന്നാണല്ലോ പറയുന്നത്. ഒപ്പം തന്നെ അവർ പറയുന്നുണ്ട്, പാർട്ടിക്ക് താനൊരു അധികപ്പറ്റായി, അല്ലെങ്കിൽ പാർട്ടി തന്നെ അവഗണിക്കുന്നെന്ന് സ്വയം മനസ്സിലായി, അതുകൊണ്ട് താൻ പാർട്ടി വിടുകയാണെന്നാണ് പറഞ്ഞത്. അവര് ഈ പറയുന്ന തന്റെ അവശതകളെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ പാർട്ടിയോട് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഒരു പരിഗണന, അക്കോമഡേഷൻ കൊടുക്കണമല്ലോ. ആ ഒരു ഇത്രയും പ്രായമായ സ്ത്രീയാണ്, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരെ അക്കോമഡേറ്റ് ചെയ്ത് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു. പക്ഷേ
ഇത് അസുഖങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവരെ അവഗണിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോവുകയായിരുന്നു. അവരെ കേൾക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കാനോ തയ്യാറായില്ല. അപ്പോൾ അതിൽ ഒരു ശരിക്കും മാനസികമായിട്ട് വിഷമത്തിലായിരുന്നു, മനസ്സ് നൊന്ത് വേദനിച്ച് തന്നെയാണ് താൻ മുന്നോട്ട് പോയിരുന്നത്. അതാണ് ആ ഒരു അവഗണനയാണ് ഈ പാർട്ടി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നവര് പറയാതെ പറയുന്നുണ്ട്. ആ ഒരു 1-2 വാക്കുകളിൽ ആ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇന്ന് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്. അതിന് പിന്നാലെ അതിനെതിരെ ഇത് പറഞ്ഞപ്പോഴാണ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയും ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള അതെ അവര് CPI-യിലായിരുന്നു. അവര് CPI-യിൽ നിന്നും വളരെ വലിയ തിക്താനുഭവങ്ങൾ അവർക്കുണ്ടായത്. അതിനെ തുടർന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട് അവര് കോൺഗ്രസിലേക്ക് വരികയും അവിടെ ജില്ലാ പഞ്ചായത്തിൽ വീണ്ടും മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പറയുന്ന ഐഷ പോറ്റി ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് തനിക്ക് തന്നെ വർഗവഞ്ചക എന്നൊക്കെ തന്നെ. കാരണം പാർട്ടിമാര് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ഒരു ഇതുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള അറ്റാക്കുകളുണ്ട്. പക്ഷെ താൻ അതിനെയൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. അതിനെയൊക്കെ ശക്തമായിട്ട് നേരിട്ട് മുന്നോട്ട് പോകും. അത് കേൾക്കുമ്പോൾ VD സതീശനടുത്തേക്ക് VD സതീശനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരുപാട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള അറ്റാക്കുകൾ സ്ഥിരം നേരിടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനുശേഷമാണ് കൊല്ലത്തു നിന്നുള്ള CPM-ന്റെ സമുന്നതയായിട്ടുള്ള നേതാവ് മുൻ മന്ത്രിയായിട്ടുള്ള G. മേഴ്സിക്കുട്ടി അമ്മ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അവർ പറയുന്നത് വളരെ വിചിത്ര രസകരമാണ്. പറയുന്നത് ഈ സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി ഒരു മനുഷ്യനെ എത്രത്തോളം വഷളാക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐഷ പോറ്റി എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അവരുടെ സ്ഥാനമാനങ്ങളുടെ മോഹം എന്ന് മനസ്സിലാകുന്നത്. കാരണം 3 തവണ MLA ആയി എന്നത് മാത്രമേ ഉള്ളൂ. 2016 3-ാം തവണ MLA ആയി ജയിച്ചു വന്നപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചില എന്താ പറയുക പരിഗണന, ചില സ്ഥാനങ്ങൾ അവർ പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അത് കിട്ടിയില്ല. കാരണം 2001-ാം പിണറായി സർക്കാരില് മന്ത്രിയായിട്ടോ വല്ലതൊക്കെ അവര് സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മറ്റുള്ള ആൾക്കാരെ മേഴ്സിക്കുട്ടി അമ്മയൊക്കെ തന്നെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതിന്റെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇവരെ അവഗണിച്ചു. സീനിയോറിറ്റി കിട്ടാതെ പോയി. പിന്നെ എന്തെങ്കിലും സ്പീക്കർ സ്ഥാനം ഒക്കെ തന്നെ അവര് പ്രതീക്ഷിച്ചു, അതും കിട്ടിയില്ല. അങ്ങനെ വലിയൊരു അവഗണനയാണ്. അവർക്ക് സ്ഥാനമാനങ്ങളൊന്നും അധികം അങ്ങനെ കിട്ടിയിട്ടില്ല. പാർട്ടിയിൽ 3 തവണ MLA ആയിരുന്നത് മാത്രമേ ഉള്ളൂ. അവരെ കുറിച്ചാണ്, അത്തരം ഒരു നേതാവിനെ കുറിച്ചാണ് ഇപ്പൊ പോകേണ്ട സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുള്ള ആർത്തിയാണ്, വർഗവഞ്ചകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഴ്സിക്കുട്ടിയെ വിമർശിക്കുന്നത്. അപ്പോഴേ അവര് സ്വയം ഒന്ന് വിലയിരുത്തണം. അല്ലെങ്കിൽ ആ പാർട്ടിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് തന്നെ ചെന്ന് കയറിയ ചിലരുടെ ഒരു ചരിത്രം പരിശോധിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ KV തോമസ് എന്ന് പറയുന്നത്. ഇപ്പോഴവര് ഡൽഹിയിലെ ഏതാണ്ട് പ്രധാന പദവിയൊക്കെ ലേസൺ ഇതായിട്ട് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഒരു ലൈസൻ വർക്കെന്നുള്ള നിലയിൽ ഒരു ശമ്പളമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുത്തിയിരിക്കുന്ന ഒരു നേതാവുണ്ട്. അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന് എന്ത് കിട്ടാഞ്ഞിട്ടാണ് അദ്ദേഹം കോൺഗ്രസിൽ 78-ാമത്തെ വയസ്സിൽ കോൺഗ്രസിൽ നിന്നും പോയി CPM-ൽ ചേർന്നത്, അല്ലെങ്കിൽ CPM-ന്റെ ഒരു അടുത്ത ആളായിട്ട് മാറിയത്, പിണറായി വിജയന്റെ ഒരു ഭക്തനായിട്ട് അദ്ദേഹം മാറിയതെന്ന് പറയണം. കോൺഗ്രസിൽ നിന്നുകൊണ്ട് കിട്ടാവുന്നതെല്ലാം മേടിച്ചിട്ടുണ്ട്. MLA ആയിട്ടുണ്ട്, സംസ്ഥാനത്തെ മന്ത്രിയായിട്ടുണ്ട്, MP ആയിട്ട് വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ഇരുന്നിട്ടുണ്ട്, കേന്ദ്രത്തിൽ സഹമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്നും കിട്ടാവുന്നതിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത നിരവധി പ്രവർത്തകരുണ്ട് കേട്ടോ. എല്ലാ പാർട്ടികളിലും ഉണ്ട്, കോൺഗ്രസിൽ ധാരാളം പേരുണ്ട്. അപ്പോൾ അത്തരത്തില് പതിറ്റാണ്ടുകളോളം പാർട്ടിയുടെ സ്ഥാനമാനങ്ങളിൽ ഇരുന്ന് എല്ലാം നേടിയ ശേഷമാണ് അദ്ദേഹത്തിന് വീണ്ടും തെരഞ്ഞെടുപ്പിലെ സീറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ തന്റെ മകൾക്ക് സീറ്റ് കിട്ടാതെ വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ ചെന്ന് കയറുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടി വിട്ട് അദ്ദേഹം CPM-നൊപ്പം ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടിരുന്ന PS പ്രശാന്ത്, അദ്ദേഹം കോൺഗ്രസിൽ എന്ത് കിട്ടാഞ്ഞിട്ടാണ് പോയത് എന്നുള്ളത് ഇവര് പറയണം. ഒപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ KPC ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന KP അനിൽകുമാർ, അദ്ദേഹം പാർട്ടി വിട്ടു. അങ്ങനെ നിരവധി പേരെടുത്ത് പറഞ്ഞ ഒരുപാട് പേരുടെ പേര് നമുക്ക് പറയാനുണ്ട്. അതിനകത്ത് ഏറ്റവും നമുക്ക് എടുത്തു പറയാവുന്ന ചില പേരുകളാണ് ഇതൊക്കെ. പ്രത്യേകിച്ചും KV തോമസിന്റെ, അദ്ദേഹമൊക്കെ എന്ത് പദവി കിട്ടാഞ്ഞിട്ടാണ് പോയത്, കോൺഗ്രസിൽ നിന്ന് എന്ത് കിട്ടാഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. ഒരു പദവിയും കിട്ടാതെ പോയവരാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഇവരൊക്കെ തന്നെ എല്ലാ പദവികളിലും ലഭിച്ച, എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ച, എല്ലാ സുഖലോലുപതയും അനുഭവിച്ചിട്ടാണ്, പാർട്ടി കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയിട്ടാണ് അവര്, പാർട്ടി ഊറ്റിയെടുത്തിട്ടാണ് അവര് പോയിരിക്കുന്നത്. അവര് പോയി. അപ്പൊ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അവർക്ക് അവരുടെ ഈ പറയുന്ന എന്താ പറയുക സ്ഥാനമാനങ്ങളുടെ ആർത്തിയൊന്നും അവർക്ക് അവിടെ ബാധകമല്ല. ഇപ്പോഴ് ഇങ്ങോട്ട് വരുന്നതിനൊരു പ്രശ്നവുമില്ല. ഒരാള് അങ്ങോട്ട് പോയി വേറൊരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ, അത് ഐഷ പോറ്റി അവര് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. എനിക്കെതിരായ സൈബർ ആക്രമണ ചില വിമർശനങ്ങളുടെ അധിക്ഷേപങ്ങളൊക്കെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളുടെ മണിക്കൂറുകളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന അവർ മുൻകൂട്ടി തന്നെ പറഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ടാണ് അതിനെ കാണേണ്ടത്. മേഴ്സിക്കുട്ടിയമ്മയുടെ വിമർശനം അത് ഒരു തരത്തിലും എന്താ പറയുക, CPM-നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും ഉന്നയിക്കാൻ അവർക്ക് യാതൊരു ധാർമ്മികതയില്ല, യോഗ്യതയില്ലാത്തവരാണ്. അവരെന്താണ് പറയുന്നത്? ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരുടെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാം. ഉള്ളവരെല്ലാം അങ്ങോട്ട് എടുത്തു വെക്കുക, എന്നിട്ട് ഒന്ന പാർട്ടിയിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചില ന്യായവാദങ്ങൾ വരിക, ചില കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അങ്ങോട്ട് പോകുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ ബാധകമാണ്, ഇങ്ങോട്ട് വരുന്നവർക്കൊന്നും ഒരു ബാധകവുമല്ല എന്നുള്ള നിലയിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ തന്റെ ഈ പറഞ്ഞ പ്രസ്താവനകൾ എന്ന് വിലയിരുത്തണം. മറ്റുള്ള
പാർട്ടിയിലേക്ക് വന്ന ആൾക്കാരുടെ അനുഭവം വെച്ചുകൊണ്ടൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. എന്തായാലും അവരുടെ പ്രതികരണത്തിൽ നിന്നും കൊല്ലം ജില്ലയിൽ CPM വലിയൊരു അടിയാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് അവർക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് പ്രകോപനം ഉണ്ടാകാനുള്ള ഒരു കാരണം. കൊല്ലത്ത് നമുക്കറിയാം, ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കി, പ്രത്യേകിച്ചും LDFന്റെ ഒരു മണ്ണ് കുത്തകയാണല്ലോ കൊല്ലം ജില്ല എന്ന് പറയുന്നത് അവിടെ. അപ്പോൾ അവിടെ ഇത്തരത്തിലൊരു സമുന്നതമായിട്ടുള്ള നേതാവ് അവിടെ പോകുമ്പോൾ കൊട്ടാരക്കരയിൽ ഒരു പക്ഷെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് അവിടെ ആ കൊടിക്കുന്ന് സുരേഷ് എന്ന പ്രസംഗത്തിൽ പറഞ്ഞു 100 സീറ്റ് UDF നേടുമ്പോൾ അവിടെ കൊട്ടാരക്കര എന്ന് പറയുന്ന മണ്ഡലവും ഉണ്ടാകും എന്നുകൊണ്ട് ഭംഗ്യന്തരേണ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ KN ബാലഗോപാലിനെ നേരിടാനായിട്ട് അവിടെ ഇറക്കുക, കോൺഗ്രസ് തുറപ്പിച്ചിട്ടായിട്ട് ഇറക്കുക ഐഷ പോറ്റി ആയിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ അവിടെ മികച്ചൊരു പോരാട്ടം നടക്കുക മാത്രമല്ല, ഒരു പക്ഷേ കോൺഗ്രസിന് അവിടെ ജയിക്കാൻ കഴിയും. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ ഒരാൾ ജയിച്ചിട്ട് വർഷങ്ങളായി, കാരണം R ബാലകൃഷ്ണയുടെ മണ്ഡലമായിരുന്നല്ലോ അത്. അപ്പോൾ അത്തരത്തിലൊരു ചരിത്ര നേട്ടം കൂടി അവിടെ ഉണ്ടാകുന്ന കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഐഷ പോറ്റിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട അവിടെ, കാരണം ആ രീതിയിൽ അവർ ബേസ് അവർക്കുണ്ട്. അവിടെ പാർട്ടിയുടെ സ്ഥാനത്ത് എന്നുള്ള നിലയിൽ അവർ ജയിക്കുന്നത് അവിടെ ജനകീയാണ്. അവര് അവിടുത്തെ ജനങ്ങൾക്കോട്ട് വലിയ ബന്ധമുള്ളതാണ്, ഓരോ ജനങ്ങളുമായിട്ട് വലിയ ബന്ധമുള്ളതാണ്, പാർട്ടി ഭേദമന്യേ എല്ലാവരുടെ ബന്ധമുള്ളതാണ്. അപ്പോൾ അവിടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായിട്ട് ഐഷ പോറ്റി വന്നാൽ ജയിക്കുമെന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആ പേടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനം അധിക്ഷേപം ഒക്കെ തന്നെ അവർ തുടങ്ങി. ഇനിയിപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്, വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഒരു വനിത എന്നുള്ള പരിഗണന ഇനിയിപ്പോൾ ഇവരുടെ സ്ത്രീ സുരക്ഷയൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയാവുന്ന അതിലെ ഇരട്ടത്താപ്പ് നമുക്ക് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കാണാൻ കഴിയും ഇരട്ടത്താപ്പ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു കപ്പൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന വലിയ ഇതായിട്ടുണ്ട്, വൈറലായിട്ടുണ്ട് ഫോട്ടോ ഒക്കെ. അതിന് അപ്പോ ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരുടെ സ്ത്രീകളോടുള്ള പെരുമാറ്റവും ബഹുമാനവും എങ്ങനെയാണ് സ്ത്രീകളെ ബഹുമാനിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങി കാണണം. സോഷ്യൽ മീഡിയ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും. പ്രമുഖ നേതാക്കള് ഇനിയിപ്പോൾ വാ തുറക്കാനിരിക്കുന്നതാണ്. വാ തുറന്നു കഴിഞ്ഞാല് വിഡിത്തം മാത്രം പറയുന്ന കുറെ നേതാക്കളുണ്ട്. അവരിൽ ഉൾപ്പെടെ ഈ സ്ത്രീ വിരുദ്ധത പുറത്ത് ചാടുന്ന നമുക്ക് കാണാൻ കഴിയും.